കാട്ടാക്കടയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ കടിയേറ്റത് 10ഓളം പേർക്ക്. കാട്ടാക്കടയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ കടിയേറ്റത് 10ഓളം പേർക്ക്. ഇതിൽ എട്ടിരുത്തി പ്രദേശത്ത് മാത്രം 5 പേർക്ക് കടിയേറ്റു. പെരുംകുളത്തിൻകരയ്ക്ക് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെയാണ് പേപ്പട്ടി ആക്രമിച്ചത്. വിജയൻ എന്ന് പറയുന്ന ആളെയാണ് ആദ്യം ആക്രമിച്ചത്. ഞാൻ രാവിലെ കോഴഷീറ്റിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പട്ടി കിടന്നായിരുന്നു. ആ പട്ടി ഞാൻ കണ്ടില്ലായിരുന്നു പട്ടി ആദ്യം. രണ്ടാമത് വെള്ളം എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് പട്ടിയെ കണ്ടു. ആ പട്ടി ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് കല്ലെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പട്ടി തിരിച്ചു വന്നു ഉടനെ വന്ന് കടിക്കായിരുന്നു. ഞാൻ അങ്ങനെ കൈ തടുത്തിട്ട് ഒരു അടി കൊടുത്തപ്പോൾ പട്ടി ഓടി ഞാൻ ഇവിടം വരെ ഓടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഈ റോട്ടിൻ്റെ അവിടം വരെ ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നേരെ കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി അവിടെ 4-5 പേരെ കടിച്ചു. ഞാൻ എന്നിട്ട് ഉടനെ കൈ കഴുകിയിട്ട് നേരെ മണിയാറോളം ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേരെ ജനറൽ ആശുപത്രിയിൽ പോയി. തുടർന്ന് ഊന്നാമ്പാറയ്ക്ക് സമീപം അടുക്കളയിൽ ജോലി ചെയ്തു നിന്നിരുന്ന സരസമ്മയാണ് രണ്ടാമത് ആക്രമിച്ചത്. സരസമ്മയുടെ ബഹളം കെട്ടെത്തിയ ഭർത്താവ് തെരുവ് നായയെ വിരട്ടി ഓടിക്കുകയായിരുന്നു. പട്ടി അടുക്കളയിൽ ഓടി വന്ന്, ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ പട്ടി ഓടി വന്ന് കടിച്ച് എന്നെ തള്ളിയിട്ട് അപ്പോൾ വന്ന് കമ്പെടുത്തുകൊണ്ടൊന്ന് അടിച്ച് ഓടിച്ച് വിട്ട് ആശുപത്രിയിൽ 8 മണിക്ക് ഇവിടെ നിന്ന് കാട്ടാക്കട കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എല്ലാ ആശുപത്രിയിലും വിട്ട്, എല്ലാ ആശുപത്രിയിലും മെഡിക്കൽ കളയിൽ വിട്ട് കയ്യില്. തുടർന്ന് നായ നടന്നു പോവുകയായിരുന്ന സരസു എന്ന സ്ത്രീയെ ആക്രമിച്ചു. അവിടെ നിന്ന് വിരണ്ടോടിയ നായ സമീപ പ്രദേശത്തെ ലളിത എന്ന സ്ത്രീയെയും ആക്രമിച്ചു. ഇത് കണ്ട് അയൽവാസിയായ സാബു എന്ന ആൾ രക്ഷിക്കാൻ വരികയും അയാളെയും ആക്രമിക്കുകയായിരുന്നു. സാബു എന്ന ആളുടെ കയ്യിലാണ് കടിയേറ്റത്. തുടർന്ന് പരിക്കേറ്റവർ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. ഞാൻ രാവിലെ കാപ്പി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ അവിടെ ഒരു ലേഡി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ പട്ടി ആക്രമിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിച്ചെന്നതാണ്. അപ്പോൾ എൻ്റെ കൈക്ക് ആ സമയത്ത് കടിയേറ്റു. പിന്നീട് ഇവിടെ കാട്ടാക്കടയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ഞാൻ ചികിത്സ തേടി. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായ മറ്റു സമീപ പ്രദേശത്തുള്ള നായ്ക്കളെയും ആക്രമിച്ചതായി പറയുന്നു. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കാനുള്ള നടപടി കൂടി പഞ്ചായത്ത് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 4 കാട്ടാക്കട.